പോകണം. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചു. 110 പേരടങ്ങുന്ന ആദ്യ സംഘം ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തി. ഇൻഡിഗോയുടെ പ്രത്യേക വിമാനത്തിലാണ് വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഡൽഹിയിലെത്തിയ ആദ്യ സംഘത്തിൽ 90 വിദ്യാർത്ഥികൾ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇറാനിൽ നിന്ന് സുരക്ഷിതമായി അതിർത്തിയിലൂടെ ആദ്യം അർമേനിയയിലേക്ക്, അവിടുന്ന് പ്രത്യേക വിമാനത്തിൽ പിന്നീട് ഡൽഹിയിലെത്തിച്ചു. സംഘർഷ സാഹചര്യം മാറി തിരികെ മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. हालात जो है बिगड़ते जा रहे हैं. पहले तो स्टार्ट जो वेरी स्लो था, लेकिन अब जो है वो बहुत हालात खराब होते जा रहे हैं. मोस्टली जो तेहरान में है, जो कैपिटल है, वहाँ पे बहुत ज़्यादा हालात खराब है. वहाँ से जो है सबको निकाला जा रहा है. इंडियन स्टूडेंट जो हैं वो सारे वहाँ से निकल रहे हैं और बाकी यूनिवर्सिटी में जो भी बच्चे थे वो निकल रहे हैं. ഭാവി സംബന്ധിച്ച ആശങ്കയും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. They are doing very good job. They evacuated all the students from all the university. Now they are taking them to the safe place. After they will reach there, from there they will evacuate them to the India. तो रूट क्या रहा, कैसे आया, अगर उसके आप पूरा प्रोसेस बता सकें. रूट हमारा उर्मिया से पहले अर्मेनिस्तान आए बाय बस. Then after that we stayed there for around 4-5 hours. There was a process on the border. After that we had a flight from Armenistan to Qatar, and from Qatar we are here now. Thank you very much. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി വരുന്ന മണിക്കൂറിൽ കൂടുതൽ വിദ്യാർത്ഥികളെ മടക്കിയെത്തിക്കാനാണ് നീക്കം. 6000-ഓളം വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത്. ഇതിൽ 600-ഓളം പേരെ ക്വാമിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. സംഘർഷം രൂക്ഷമായാൽ ഇറാനിൽ നിന്ന് മാത്രം 10,000-ലധികം പേരെ ഒഴിപ്പിക്കേണ്ടി വരും. ഒഴിപ്പിക്കലിന് തുർക്കിമിനിസ്ഥാന്റെയും അസർബൈജാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ഇസ്രായേലിൽ നിന്ന് 25,000-ഓളം ഇന്ത്യക്കാരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതിനായി ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.